നമസ്കാരം. ഏപ്രിൽ 1-നാണ് സിറിയയിലെ ഇറാൻ നയതന്ത്ര കാര്യാലയം ഇസ്രയേൽ ബോംബിട്ട് തകർത്തത്. സൈനിക ജനറൽമാരടക്കം 13 പേർ കൊല്ലപ്പെട്ട ക്രൂരതയ്ക്ക് പകരം ചോദിക്കുമെന്ന ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനിയോടുള്ള മറുപടി കൂടിയായിരുന്നു നെതന്യാഹുവിന്റെ വാക്കുകൾ. കോൺസുലേറ്റ് ആക്രമിച്ചതിന് പ്രതികാരമായി ഇസ്രയേൽ കപ്പൽ ഇറാൻ പിടിച്ചെടുത്തു. ഇറാൻ മണ്ണിൽ നിന്ന് 1000 കിലോമീറ്ററിലധികം വരുന്ന ഇസ്രായേലിനെ ലക്ഷ്യമാക്കി പാഞ്ഞത് 300-ലധികം ഡ്രോണുകളും മിസൈലുകളും. പക്ഷേ ലക്ഷ്യസ്ഥാനം കാണും മുമ്പേ ഇസ്രയേൽ ഡ്രോൺ നീക്കം പരാജയപ്പെടുത്തി. തങ്ങളുടെ വ്യോമപരിധിയിൽ വന്നവ ജോർദാനും ഇറാഖ്, സിറിയ, യമൻ വ്യോമപരിധികളിൽ കടന്ന ഡ്രോണുകളും മിസൈലുകളും തകർത്ത് US-ഉം ഇസ്രായേലിനൊപ്പം നിന്നു. പകരത്തിന് പകരമായി ഇസ്രായേൽ തിരിച്ചും മിസൈൽ ആക്രമണം നടത്തിയെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ഇപ്പോൾ ഇസ്രായേൽ ഇനിയൊരു തെറ്റ് ചെയ്യുകയും ഇറാന്റെ പരമാധികാരം ലംഘിക്കുകയും ചെയ്താൽ സ്ഥിതി വ്യത്യസ്തമാകുമെന്നും അധിനിവേശ രാഷ്ട്രത്തിൽ ഒന്നും ബാക്കിയുണ്ടാകില്ലെന്നും ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി മുന്നറിയിപ്പ് നൽകുന്നു. ഗസയിൽ 10,000-ങ്ങളുടെ രക്തസാക്ഷിത്വത്തിനും ലക്ഷക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സയനിസ്റ്റ് കുറ്റകൃത്യങ്ങൾക്ക് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും പിന്തുണയ്ക്കുകയാണ്. ഇന്നത്തെ ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘകരായ അമേരിക്കയും പടിഞ്ഞാറൻ രാജ്യങ്ങളും തങ്ങൾ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുമെന്ന അവകാശവാദം ഉന്നയിക്കുന്നത് തീർത്തും പരിഹാസ്യമാണ്. ജെറുസലേമിനെ മോചിപ്പിക്കുക എന്നത് ഇസ്ലാമിക ലോകത്തിന് മാത്രമല്ല, മാനവികതയുടെ ലോകത്തിന് പ്രധാന പ്രശ്നമാണ്. പലസ്തീൻ ജനതയുടെ ചെറുത്തുനിൽപ്പിലൂടെ അൽ ഖുദ്സിനെയും പലസ്തീൻ രാഷ്ട്രത്തെയും മോചിപ്പിക്കും. ഗാസയിലെ അടിച്ചമർത്തപ്പെട്ട ജനങ്ങളെ പിന്തുണച്ചതിന്റെ പേരിൽ പാശ്ചാത്യ സർവകലാശാലകളിൽ നിന്ന് ധാരാളം വിദ്യാർത്ഥികളെ പുറത്താക്കുന്നത് നാം കണ്ടു. ഇതിന് പിന്നിലെ യുക്തി എന്താണ്? ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ തെളിവാണോ ഇതെന്നും റൈസി ചോദിക്കുന്നു. എല്ലാവിധ അന്താരാഷ്ട്ര നിയമങ്ങളും UN ചാർട്ടറും ലംഘിച്ചാണ് ഡെമസ്കസിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെ ഇസ്രയേൽ കുറ്റകൃത്യം നടത്തിയത്. അതിന് ഇറാൻ ജനത തക്കതായ ശിക്ഷ നൽകി കഴിഞ്ഞു. ഇറാന് നേരെ ഇനിയും ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ കാര്യങ്ങൾ മൊത്തം മാറിമറയും. സയനിസ്റ്റ് രാജ്യത്തിൽ പിന്നെ ഒന്നും അവശേഷിക്കില്ലെന്നും റൈസി പറഞ്ഞു വയ്ക്കുന്നു. ദീർഘകാലമായി തുടരുന്ന പലസ്തീൻ പ്രശ്നത്തിന്റെ പരിഹാരം ആഗോള സമാധാനത്തിന് അത്യാവശ്യമാണെന്നും പലസ്തീനികളുടെ സ്വാതന്ത്ര്യമാണ് ഇറാന്റെ മുൻഗണനയെന്നും ഇബ്രാഹിം റൈസി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പാകിസ്ഥാൻ സന്ദർശനത്തിന്റെ 2-ാം ദിവസം വടക്കുകിഴക്കൻ നഗരമായ ലാഹോറിലെ ഗവൺമെന്റ് കോളേജ് സർവകലാശാലയിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പലസ്തീൻ പ്രശ്ന പരിഹാരം മുസ്ലിം ജനതയുടെ മാത്രമല്ല, ലോകത്തിന്റെ മുഴുവൻ താല്പര്യത്തിനും വേണ്ടിയാണെന്നും പറഞ്ഞു. കഴിഞ്ഞ 7 മാസത്തിനിടെ ഇസ്രായേൽ സൈന്യം 34,000 പലസ്തീനികളെയാണ് കൊലപ്പെടുത്തിയത്. എന്നാൽ ഇസ്രായേലിന്റെ ഈ ക്രൂരത തടയുന്നതിൽ അന്താരാഷ്ട്ര സമൂഹം പരാജയപ്പെട്ടിരിക്കുന്നു. അതേസമയം ഇസ്രായേലിന് നേരെയുള്ള ഇറാന്റെ ആക്രമണത്തെ ഒരിക്കൽ കൂടി ഹമാസ് പുകഴ്ത്തി. ഗാസയിലെ ആക്രമണം 200 ദിവസം പിന്നിട്ട സാഹചര്യത്തിൽ എല്ലാ ഭാഗത്തു നിന്നും പ്രതിരോധം കനപ്പിക്കാനും അൽ അക്സ ബ്രിഗേഡിന്റെ വക്താവ് അബു ഉബൈദ ആഹ്വാനം ചെയ്തു. ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള ഇറാന്റെ ആക്രമണം പുതിയ സമവാക്യങ്ങൾ സൃഷ്ടിച്ചതായും ശത്രുക്കളെയും അവരുടെ പിന്നിലുള്ളവരുടെയും ആശയക്കുഴപ്പത്തിലാക്കുകയും ചെയ്തതായി അബു ഉബൈദ പറഞ്ഞു. വെടിനിർത്തൽ ചർച്ചകളിൽ ഹമാസിന്റെ ആവശ്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇസ്രായേൽ സൈനിക ആക്രമണം അവസാനിപ്പിക്കുക, ഗസയിൽ നിന്ന് സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കുക, കുടിയിറക്കപ്പെട്ടവരെ വടക്കൻ ഗസയിലേക്ക് മടങ്ങി വരാൻ അനുവദിക്കുക, ഉപരോധം പിൻവലിക്കുക എന്നിവയാണ് പ്രധാന ആവശ്യങ്ങൾ. ബന്ദികളെ കൈമാറുന്ന കാര്യത്തിൽ ഇസ്രായേൽ സർക്കാർ തടസ്സം നിൽക്കുകയാണ്. വെടിനിർത്തൽ കരാറിലെത്താനുള്ള മധ്യസ്ഥരുടെ ശ്രമങ്ങൾ അവർ തടസ്സപ്പെടുത്തുകയാണെന്നും അബു ഉബൈദ കൂട്ടിച്ചേർത്തു. അതേസമയം ഗാസയിലെ യുദ്ധം 200 ദിവസം പിന്നിട്ട സാഹചര്യത്തിൽ ഇസ്രായേൽ നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ച പ്രതിപക്ഷ പാർട്ടിയായ ഇസ്രായേൽ ബെയ്റ്റീനിന്റെ തലവൻ അവിഗ്ദോർ ലിബർമാൻ രംഗത്ത് വന്നു. ഇസ്രായേലിലേക്ക് ഇപ്പോഴും റോക്കറ്റുകളും ഡ്രോണും ഉപയോഗിച്ച് ആക്രമണം തുടരുകയാണ്. 133 പേർ ഇപ്പോഴും ഹമാസിന്റെ കൈവശം ബന്ദികളായിട്ടുണ്ട്. പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഇസ്രായേൽ നേതൃത്വം വീട്ടിൽ പോയിരിക്കണമെന്നും ലിബർമാൻ പറഞ്ഞു.
കൂടാതെ ഇറാനുമായി ഒപ്പുവെച്ച വ്യാപാര കരാറുകളുമായി ബന്ധപ്പെട്ട പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു അമേരിക്ക. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ സന്ദർശനത്തിന് പിന്നാലെയാണ് ഉപരോധ സാധ്യതകളെ കുറിച്ചുള്ള മുന്നറിയിപ്പ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രിൻസിപ്പൽ ഡെപ്യൂട്ടി വക്താവ് വേദാന്ത് പട്ടേൽ നൽകിയത്. റൈസിയുടെ പാക് സന്ദർശനത്തിനിടെ രാഷ്ട്രീയ, സാമ്പത്തിക, വ്യാപാര, സാംസ്കാരിക ബന്ധം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിൽ 8 ഉഭയകക്ഷി കരാറുകളിലാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത്. 8 വർഷത്തിനിടെ ഇതാദ്യമായാണ് ഒരു ഇറാൻ പ്രസിഡന്റ് പാകിസ്ഥാനിലെത്തുന്നത്. പല തീവ്രവാദ സംഘടനകൾക്കും നേരിട്ട് സാമ്പത്തിക സഹായം ഉൾപ്പെടെ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഇറാനുമേൽ അമേരിക്ക പല ഉപരോധങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പാകിസ്ഥാനും അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പാകിസ്ഥാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയിലേക്ക് സാധനങ്ങൾ വിതരണം ചെയ്തതിന് പിന്നാലെ ചൈനയിൽ നിന്നും ബെലാറസിൽ നിന്നുമുള്ള ചില സ്ഥാപനങ്ങൾക്ക് US ഉപരോധം ഏർപ്പെടുത്തിയതായും പട്ടേൽ വെളിപ്പെടുത്തി. നന്ദി.